പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്ങാനം മന്നര ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടെ ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുന്നതിനെ പറ്റി. അപ്പോൾ ആ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അതിൽ മാത്രമാകുന്ന നിങ്ങളുടെ ശരണവും ആശ്രയവും അനുദിനമുള്ള നിങ്ങളുടെ വളർച്ചയിൽ വേണ്ടതായ എല്ലാ നന്മകളും തുകകളും ഈ നിമിഷം വരെ നിങ്ങൾക്ക് ചൊല്ലി തരുന്നു. നന്ദിയോടെ തന്നെ സ്തുതിക്കട്ടെയാണ് നിങ്ങളെ ഓർക്കട്ടെ. ഈ പുതിയ സംരംഭം അനുഗ്രഹപ്രദമായി തീരുവാൻ്റെ കാരണം ദൈവമേ പഠിക്കുന്നതായ കാര്യങ്ങൾ പഠന കാര്യങ്ങളൊക്കെ പഠിക്കുന്നവർ മൂലവും അവരുടെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വിനിയോഗിക്കാൻ്റെ കാരണം അവിടെ ഇടയാക്കണമേ. കടന്നു വരുന്നതായ എൻ്റെ മക്കൾ വിജയപ്രദമായി ഇത് പൂർത്തീകരിക്കാൻ്റെ കോണം അതുപോലെ സ്ഥാപനത്തിനും മറ്റുള്ളവർക്കും അവർക്കും അനുഗ്രഹവും വിജയവും ഉണ്ടാകുവാൻ്റെ കോണം ഇടയാക്കണമേ. സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിപ്പാൻ്റെ കോണം ഞങ്ങളെ വിളിച്ചാക്കി വെച്ചിരിക്കുന്നു. അർപ്പണബോധത്തോടെ പ്രവർത്തിപ്പാൻ്റെ കോണം എല്ലാവർക്കും കൂടിയാകണമേ. പഠിക്കുവാനേ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കട്ടെ. വിജയപ്രദമായ അനുഗ്രഹപ്രദമായി പൂർത്തീകരിപ്പാൻ്റെ കോണം ഇടയാകണമേ. മുൻപോട്ടുള്ള യാത്രയിൽ അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സർവ്വ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ സഹായിക്കുമെന്ന് ഞങ്ങൾ സ്തുതി അർപ്പിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു ഫാദർ. മിഖാസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് ഞങ്ങളെ നയിക്കുകയും വേണ്ട പ്രോത്സാഹനം നൽകി സൗമ്യമായ സമീപനത്തോടെ നമ്മുടെ കൂടെ നിൽക്കുന്ന മിഖാസ് ഡയറക്ടർ മിസ്റ്റർ തോമസ് ജോൺസ് സാറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ ഈ പ്രവേശനോത്സവ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ഏറ്റവും ആദരണീയനായ മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാൻ മർക്കോസ് അരക്കൽ, ഈ പ്രവേശനോത്സവ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് മന്ദിരങ്ങളുടെ ഡെപ്യൂട്ടി ചെയർമാനും നമ്മളെല്ലാം പ്രിയങ്കരനുമായ ഡോക്ടർ മർക്കോസ് അരക്കലാണ്. ദീർഘനാൾ മന്ദിര ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സൂപ്രണ്ടായി സുസ്ഥിര സേവനം നിർവഹിച്ച ഡോക്ടർ അരക്കലിനെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്തു. മന്ദിരം ഹോസ്പിറ്റലിന്റെ ആത്മീയ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന രോഗികളുടെ വേദനയെയും വിഷമങ്ങളെയും സർവശക്തനായ ദൈവത്തിന് മുമ്പ് നിരന്തരമായി പ്രാർത്ഥനയായി ഉയർത്തുന്ന ഹോസ്പിറ്റൽ ചാപ്ലൈൻ റവറൻഡ് ഫാദർ എം കെ കുര്യനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അറിവിന്റെ, ആത്മവിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ തിരികൊളുത്തുന്ന വ്യത്യസ്തനായ ഒരു പട്ടാള മേധാവിയാണ് നമുക്ക് മുഖ്യാതിഥിയായി ലഭിച്ചിരിക്കുന്നത്. സിയാച്ചൻ, കാർഗിൽ സെക്ടർ ഉൾപ്പെടെ 36 വർഷത്തെ ഇന്ത്യൻ ആർമിയിലെ സേവനം, മൊഹാലിയിലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ, പാരാപ്ലീജിക് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയിലെ പ്രശസ്ത സേവനത്തിന് ശേഷം ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുന്നു.
He holds MBA and MPhil degrees and is respected as an expert in military logistics and supply chain management. Author of 3 books and an internationally acclaimed blogger. He is director of a high-tech manufacturing company and also conducts corporate training. സർ, അങ്ങേ ഈ പ്രവേശനോത്സവത്തിൽ മുഖ്യ അതിഥിയായി ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരും അങ്ങേ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്തു. നമുക്കിന്ന് പ്രത്യേക അതിഥിയായി ലഭിച്ചിരിക്കുന്നത് പ്രഗത്ഭ ഫിസിഷ്യനും ഇന്റർനാഷണൽ ക്രിസ്ത്യൻ മെഡിക്കൽ ആൻഡ് ഡെന്റൽ അസോസിയേഷൻ ട്രെയിനിംഗ് ഇൻചാർജ്, പ്രസിഡന്റ് ഓഫ് ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 19 മിഷൻ ഹോസ്പിറ്റൽസിന്റെ അസോസിയേഷനായ ഇമ്മാനുവൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ, ചുരുക്കപ്പേരിൽ EHA എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ സാരഥിയായിരുന്ന ഡോക്ടർ മാത്യു സന്തോഷ് തോമസിനെയാണ്. ഏറ്റവും ആദരപൂർവ്വം ഡോക്ടർ മാത്യുവിനെ ഈ പ്രവേശന ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തു. മുണ്ടകപ്പാടം മന്ദിരം സൊസൈറ്റിയുടെ അമരക്കാരനായി സ്തുത്യർഹ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി പ്രൊഫസർ ജോർജ് പി വർക്കി സാറിനെ സസ്നേഹം സ്വാഗതം ചെയ്തു. മന്ദിരം ഹോസ്പിറ്റലിനെ അനുദിനം ആതുര സേവനത്തിന്റെ ഗുണമേന്മയുടെ ഉയരങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നൈനാൻ കുര്യനെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്തു. നിഹാസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മന്ദിര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് അലൈഡ് സയൻസിന് തക്ക സമയത്ത് അക്രഡിറ്റേഷൻ നൽകി ഗവൺമെന്റ് അംഗീകാരവും NCVET-യുമായി നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് NCVET-യുമായി അഫിലിയേഷൻ നേടിത്തന്ന GD അഡ്വാൻസ് കോഴ്സ് തുടങ്ങാൻ തന്നെ സഹായിച്ചത് അസാബ് കേരളയാണ്. അസാബ് കേരളയുടെ സെൻട്രൽ സോൺ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന മിസ് രശ്മി ആൻഡ് ഈ പ്രവേശനോത്സവത്തിൽ നമ്മുടെ പ്രത്യേക അതിഥിയായി സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം അറിയിക്കുകയും മിസ് രശ്മി ആനിനെ ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം സ്റ്റേജിൽ 2 കേഡേഴ്സ് ഉണ്ട്. മന്ദിരം കോളേജ് ഓഫ് നഴ്സിംഗ്, ലേബർ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുന്ന ഐഷ മാഡം, മന്ദിരം ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്ന ആനി മാഡം, രണ്ടുപേരെയും ഏറ്റവും ഹാർദവമായി മന്ദിരം സൊസൈറ്റി, മന്ദിരം സ്ഥാപനങ്ങൾ, മിഹാസ് ഇവയുടെ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ്, മന്ദിരം ഹോസ്പിറ്റൽ സ്റ്റാഫ്, എല്ലാവരെയും ഈ പ്രവേശനോത്സവത്തിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്തു. എല്ലാറ്റിനും ഉപരിയായി ഈ പ്രവേശനോത്സവത്തിന്റെ താരങ്ങൾ പല വെല്ലുവിളികളെയും തരണം ചെയ്ത് ഈ കോഴ്സ് പഠിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാ സ്റ്റുഡൻസുമാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഭൂചണ്ഡികൾ നൽകാൻ മുന്നോട്ട് വന്നത് ജോർജിയ, റഷ്യ, ദുബായ്, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മെഡിക്കൽ സ്റ്റുഡൻസായ ഇപ്പോൾ മന്ദിര ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രെയിനിങ് എടുക്കുന്ന സ്റ്റുഡൻസാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി മിഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം. ഹോസ്പിറ്റലിന്റെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകി അതിന്റെ വിജയകരമായ പരിസമാപ്തിക്ക് വേണ്ടി നിറസാന്നിധ്യമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മന്ദിരം ഡെപ്യൂട്ടി ചെയർമാൻ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ മാർക്കോസ് അരക്കൽ സാറിനെ ഏറ്റവും ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ ഫീൽഡ് ഡോക്ടേഴ്സും മറ്റു സ്റ്റാഫുമെല്ലാം
they are going to face a big problem with the introduction of artificial intelligence. എന്തായാലും നമുക്കറിയത്തില്ല, ബട്ട് ഡെഫിനറ്റ്ലി കുറച്ച് പേരെങ്കിലും ജോലി പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ പോകുന്നതിലൊന്നും നിരാശപ്പെടുത്താനുള്ള പറഞ്ഞത് നിങ്ങളൊക്കെ ജോലി കാണുന്നത് പ്രൈവറ്റിലെങ്കിലും ജോലിക്ക് റിമോട്ട് ഡോക്ടർ ഡോക്ടർ റിപ്പോർട്ട്. സോ അങ്ങനെയൊക്കെ വരുന്ന ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി വരും. ഫ്യൂച്ചർ എനിവേ പുതിയ കോഴ്സ് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. പല ഹോസ്പിറ്റലിൽ ഇങ്ങനെ പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഐ തിങ്ക് അബൌട്ട് 400 സ്റ്റുഡൻസ് ആണ് there. They got a 4-story building only for paramedical courses. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സഞ്ജിത്ത് ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ CMAയുടെ സപ്പോർട്ടിൽ കുറെ അധികം സ്ഥലങ്ങളിൽ ഈ ഡയാലിസിസ് കോഴ്സ് നടക്കുന്നുണ്ട്. എനിവേ ഞങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പുതിയ സ്റ്റുഡൻസിന് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ ആശംസിക്കുന്നു. ഐ എം നോട്ട് എക്സ്റ്റെൻഡിങ് മൈ ടോക്ക്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. Now for the inaugural address, we have with us Major General Jacob Tarakan Chattu. He has 36 years of service in Indian Army to his credit. He was the Colonel Commandant of the Army Ordnance Corps. He was also commanded in his unit in Kargil sector and has been part of varied assignments in Army. Besides the operational and departmental assignments, he was the chairman of Army Institute of Law at Mohali, along with the Paraplegic Rehabilitation Center. He holds MBA and MPhil degrees and has authored 3 books, along with writing a blog that is read across the world. He is now a director of a high-tech manufacturing company and also conducts corporate training. I invite you, sir, for the address and inauguration of the courses. ഞാൻ പറയുന്നത് കുറെ കേൾക്കാമല്ലോ. കേൾക്കാമോ? ഈ ഒരു ഫംഗ്ഷന് ഞാൻ വരണമോ വേണ്ടായോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ സുഹൃത്ത് തോമസ് ജോൺ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംഗീതമാണ് അറിയുന്നത്. ഞങ്ങൾ തമ്മിൽ കണ്ട സമയം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ വെച്ചാണ്. ഓരോ വ്യക്തിയും ഞാൻ ഈ പ്ലാനിൽ എത്തിയ സമയം അവസാനം ഒന്നും അറിയാതെ ആരും അറിയാതെ ആരും പോയി ആരും ബാക്കി എന്നുള്ളത് ആർക്കും അറിയാം. പക്ഷേ ജീവിതത്തിന്റെ അവസാന നിമിഷം അല്ലെങ്കിൽ ജീവനവും മരണവും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ തുടങ്ങുമ്പോൾ ആരെങ്കിലും കൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നിങ്ങൾ ആഗ്രഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ മരണം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പല ജീവിതത്തെ അവസാന നിമിഷങ്ങളിൽ അവരുടെ കൂടെ യാത്രയാണ്. മാക്ബത്ത് എന്നൊരു സ്റ്റോറി ഉണ്ട്, ഷേക്സ്പിയർക്ക് ഒരു നാടകം. അദ്ദേഹം ഒന്നുമില്ലാത്ത മനസ്സിലാകുന്ന ആ സമയത്ത് ഞാൻ ജീവിച്ച 60 എനിക്ക് 66 വയസ്സായി. 66 അല്ലെങ്കിൽ 76 86 90 100 വയസ്സാകുന്ന വ്യക്തികളുണ്ട്. അവസാന നിമിഷങ്ങളിൽ ഹോപ്പ്ലെസ്സിനെ അപ്പോയിന്റ്. നമസ്കാരം. കേരള ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗ് ആയ അസാം കേരളയുടെ അക്രഡിറ്റഡ് സ്ഥാപനമാണ് വിഹാസ്. ആസാം കേരളയിൽ കൂടി അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോഴ്സാണ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് കോഴ്സ്. ഈ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിന് 24 സ്റ്റുഡൻസ് പ്രവേശനം നേടിയിട്ടുണ്ട്. ഈ കോഴ്സ് പാസ്സായവർക്ക് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് സർട്ടിഫിക്കേഷൻ ലഭിക്കും. പൂക്കൾ നൽകി സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യുന്നതിനായി ഗോൾഡൻ ഏജ് കെയർ യൂണിറ്റ് ഇൻചാർജ് മിസസ് സാൻഡി MIPനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പേരുകൾ വായിക്കുമ്പോൾ സ്റ്റുഡൻസ് മുന്നോട്ട് വന്ന് പൂക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്.
Ambli Raju, Reshma C. Rajan, Arathi Sudhir, Prinumol VP, Albi Sebastian, Abhiya Sunil, Lakshmi Kalyani, Jindu Reggie, Ansi Kea, Ashna Josephine, Minnu Varghese, Avani Raju, Adira Chandran, Binumol PP, Ruby Rocky, Nisha Das, Leah John, Adina Kishore, Josna PJ, Shruti Mol VS, Anju Lucas, Nehla Nasir, Febimol Sabo, Arunima Raju. Thank you, sister, and thank you, students. ഇന്ന് ഡയാലിസിസ് രംഗത്ത് ഒരു മഹത്തായ തുടക്കം ഈ പ്രത്യേക ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിന്ന് സ്വാഗതം ചെയ്യുന്നു. ഡയാലിസിസ് ഒരു ചികിത്സ മാത്രമല്ല, അത് ഒരാളുടെ ജീവിതം തുടരണം എന്നതിനുള്ള ഒരു ആശ്വാസ വായ്പാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മിഷൻ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, രോഗിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാനും അവരെ സ്വാധീനപ്പെടുത്തുവാനും ആത്മാർത്ഥതയും ശുശ്രൂഷ നൽകാനും വേണ്ടിയുള്ള ഒരു പാഠമാണ്. പൂക്കൾ നൽകി സ്വീകരിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതിനായി ഡയാലിസിസ് സ്റ്റാഫ് നഴ്സ് നിഖില മറിയം ജേക്കബിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പേരുകൾ വായിക്കുമ്പോൾ സ്റ്റുഡന്റ് മുന്നോട്ട് വന്ന് പൂക്കൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്ഷയ സാബു, ആകാശ് എബി, ആതിരമോൾ ടിയസ്, അഭിൻ ചന്ദ്രൻ, അഞ്ജന അനിൽകുമാർ, ലേന സൂസൻ, അർജുൻ ബിജു. താങ്ക് യു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് 4 വർഷം. വൈ അന്ന് ഡയാലിസിസ് ടെക്നോളജി ഇല്ലായിരുന്നു. ഡോക്ടറും നഴ്സും ഒരു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റും കൂടാണ് മെഷീൻ റിപ്പയർ ചെയ്യുന്നതും. വികാസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഈ 2 കോഴ്സുകൾക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. 6 മാസം മുമ്പ് മാറിയതൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്ത വികാസിന്റെ ഡയറക്ടർ തോമസ് ജോണിന് ഒരു പ്രത്യേക അഭിനന്ദനം. തോമസ് ജോണിനോടൊപ്പം വേണ്ട സപ്പോർട്ട് കൊടുത്ത മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ, ഡയാലിസിന് ചുമതല വഹിക്കുന്ന മാത്യു വർഗീസ്, അതുപോലെ അൽഫോൺസ് തോമസ്, നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു. നിങ്ങളുടെ ഒരു കൂട്ടായ പ്രയത്നമാണ് ഇന്നിപ്പോൾ ഫലവത്തായിത്തീരുന്നത്. ഈ 2 കോഴ്സുകളുടെ പ്രവേശനം ലഭിച്ച ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അഭിനന്ദിക്കുന്നു. അല്പം ഭയത്തോടും ആശങ്കയോടും കൂടി ആ സ്ഥാപനത്തിന്റെ മോട്ടോ വി ലീവ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലത്രേ ഞങ്ങൾ ജീവിക്കുന്നത്. അതിവിടുത്തെ ദൈനംദിന അനുഭവം.
എന്തിനും ഒരു ഈശ്വര സാന്നിധ്യമുണ്ട്. ഈ കോഴ്സ് തുടങ്ങുമ്പോഴും അതുണ്ട്. ഇത് പൂർത്തീകരിക്കാനായിട്ട് ദൈവം തീർച്ചയായിട്ടും നമുക്ക് തുണ ചെയ്യും, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സാർ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. കഴിഞ്ഞ 2-3 വർഷമായി ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഈ മന്ദിരത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഡോക്ടർ മർഗോ സാറ്, അദ്ദേഹമായിരുന്നു അന്നത്തെ മെഡിക്കൽ സൂപ്രണ്ട്. പലതവണ പല രീതിയിൽ ഞങ്ങൾ ആലോചിച്ചു. ദൈവകൃപയാൽ തോമസ് ജോൺ എന്ന് പറഞ്ഞൊരു വ്യക്തി കഴിഞ്ഞ 1 വർഷമായി ഞങ്ങളുടെ കൂടെ വന്നു. അതോടൊപ്പം ഈ ആഗ്രഹങ്ങൾ സബലീകരിച്ചു വരുന്നു. ഇന്ന് അതിന്റെ തുടക്കമാണ്. തുടക്കത്തിൽ ചില കുറവുകൾ വന്നേക്കാം ഒരുപക്ഷെ, എന്നാൽ അതൊക്കെ നികത്തി നമ്മൾ പുതിയൊരു ഡെവലപ്മെന്റൽ ഫേസിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ഈ മന്ദിരം സൊസൈറ്റിയോടും മന്ദിരത്തിന്റെ മുതിർന്ന ആൾക്കാരോടും സൊസൈറ്റിയുടെ ഒഫീഷ്യൽസിനോടും അതോടൊപ്പം തന്നെ തോമസ് ജോണിനോടാണ് ഈ ഇത്രയും ഒരു ഭംഗിയായിട്ട് ക്രമീകരിച്ചിരുന്ന മാത്രമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരംഭം കുറിച്ചത്. കാരണം നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അറിയുമായിരിക്കാം, 10-ൽ ഒരാൾ 60 വയസ്സിന് മുകളിലാണ്. അത് സാക്ഷാൽ ഏകദേശം 8 വർഷം മുമ്പത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോഴാണെങ്കിൽ ഒരുപക്ഷെ 2-10. അസോസിയേറ്റ് ഡയറക്ടർ മിസ് രശ്മി ആൻഡ് തോമസിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരേ ഒരു ഗവൺമെന്റ് കമ്പനിയായ അസാർ കേരളയെ റെപ്രസെന്റ് ചെയ്ത് എന്നിവിടെ എത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട്. അസാർ കേരള എന്ന് പറഞ്ഞാൽ അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് കമ്പനിയാണ്. 2012 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഒരു ധനസഹായത്തോടുകൂടി തുടങ്ങിയ ഗവൺമെന്റ് പ്രോജക്റ്റ് ആണിത്. ഇത് 2020 ഇത് ഗവൺമെന്റ് തന്നെ ഒരു ഗവൺമെന്റ് കമ്പനിയായി മാറ്റുകയും തുടർന്ന് 150-ലധികം കോഴ്സുകൾ അസാപ് വഴി നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അസാപ് ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയായ തൊഴിലില്ലായ്മയാണ്. 2012 ഒരു സർവേ നടത്തിയതിന്റെ ഫലമായി നമുക്ക് മനസ്സിലായി, എഡ്യൂക്കേറ്റഡ് യൂത്തിന്റെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് തൊഴിൽ ലഭിക്കാത്തത്? അങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? അപ്പൊ ഞങ്ങൾ സർവേ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലായത്, നമുക്ക് ഒരു സ്കിൽ ഗ്യാപ്പ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അക്കാഡമിക് ആയിട്ട് ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ തൊഴിലിലേക്ക് എത്തുന്നില്ല. ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സ്കിൽസും ഈ ഒരു അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയും അസാപ്പ് പോലെയുള്ള ഒരു ഗവൺമെന്റ് കമ്പനി തുടങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന തൊഴിലില്ലായ്മയുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ലാക്ക് ഓഫ് സ്കിൽസ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഇതെല്ലാം തന്നെ ഒത്തു വന്നാൽ മാത്രമാണ് ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മന്ദിരം ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് GDA എന്ന് പറയുന്ന കോഴ്സാണ് അസാർ കേരള അക്രഡിറ്റഡ് കോഴ്സായിട്ട് ഇവിടെ അഡോപ്റ്റ് ചെയ്യുകയും ഇവിടെ ഇന്നത്തെ തുടങ്ങുകയും ചെയ്യുകയാണ്. അതായത് അസാപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ NCVT അപ്രൂവ്ഡ് ആൻഡ് അക്രഡിറ്റഡ് ആൻഡ് അസസിംഗ് ഏജൻസി ആയിട്ട് കേരളത്തില് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള ഏജൻസി ആയിട്ട് കൂടി അസാപ്പിനെ നിന്നിപ്പോ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ GDA കോഴ്സിന് NCVT സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട്, അതുപോലെ ഡയാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 കോഴ്സുകളാണ് ഇന്നിവിടെ
ആരംഭിക്കുന്നത്. അപ്പൊ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് ഒരു ജോലി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു സേവനമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് എമ്പതിയാണ്. എന്താണ് എമ്പതി? സഹാനുഭൂതി. നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരു രോഗിയായിരിക്കാം, അദ്ദേഹം ചിലപ്പം അതിനു മുമ്പ് വലിയ പ്രൊഫഷനിലൊക്കെ ഇരുന്ന ആളാകാം, പക്ഷേ നിസ്സഹായനായി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരോട് സഹാനുഭൂതിയോടുകൂടെ പെരുമാറുവാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നതാണ് നിങ്ങൾ ഈ ഒരു തൊഴിൽ പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ വളർത്തിയെടുക്കേണ്ട മറ്റൊരു സ്കിൽ. അപ്പം നമുക്ക് ഈ ഒരു ജോലി ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു നോബിൾ പ്രൊഫഷനാണ്, ഒരു ദൈവികമായ ഒരു ദാനമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതും കൂടി ഈ ഒരു സമയത്ത് ഞാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൊഫഷന് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ ആളുകളില്ല. ഈ പഠിച്ചിറങ്ങിയ കുട്ടികൾ വളരെ ചുരുക്കമാണ്. നമുക്ക് എന്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വേണ്ടി ഒരു ഏജൻസിയിൽ നിന്ന് ആളെ അപ്പോയിന്റ് ചെയ്തിട്ട് പോലും അവർക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, ജപ്പാൻ, അമേരിക്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഏജ്ഡ് പോപ്പുലേഷന്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കേരളത്തില് ജപ്പാൻ പോലെയൊക്കെ തന്നെയാണ് കേരളത്തിലും നമ്മുടെ ബർത്ത് റേറ്റ് കുറവും അതുപോലെ തന്നെ ഏജിംഗ് പോപ്പുലേഷന്റെ അളവും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വളരെയധികം ജോലി സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു കോഴ്സ് എടുത്ത് അത് സമൂഹത്തിന് പ്രയോജനപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് ഇത് ചെയ്യുവാനായിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ച ആ ഒരു ഇനിഷ്യേറ്റീവിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മറ്റ് അസസ്മെന്റും മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ അസാപ്പിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോർഡിനേറ്റർ മിസ് അന്ന മരിയ തോമസിനെ വോട്ട് ഓഫ് താങ്ക്സിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Good afternoon, everyone. It is an honor for me to offer the vote of thanks for this special occasion on behalf of MIHAS. So first and foremost, I would like to thank God Almighty for His abundant grace and blessings through which this event was made possible. My heartfelt appreciation to our chief guests, Major General Jacob Tarakan Chako and Dr. Santosh Matthew, former Executive Director of EHA. A special thank you to Professor George P. Worky, Secretary of Mandirams, for his presence and words of encouragement. I also extend my sincere appreciation to Dr. Nainan Kurian, Medical Superintendent of Mandiram Hospital, for his kind words, his active involvement, and his immense support throughout the journey of this institute. I also would like to express my deepest gratitude to Lieutenant Colonel Aisha K., Principal of Layama Memorial College, and Lieutenant Colonel Annie P. White, Nursing Superintendent of Mandiram Hospital, for leading the ceremonial lighting of the lamp, marking the auspicious beginning of these academic programs, and their continued guidance and unconditional support through and through to our institute. Thank you, ma'am. I extend my sincere gratitude to Mr. M. Thomas John, Director of MIHAS, for his warm and thoughtful welcome address, setting the tone for today's program, and his expert guidance, hard work and vision that has now come to fruition. A big thank you to Mrs. Alphonse Thomas, Course Coordinator of GDA, and Mr. Matthew Verghese, Course Coordinator of Dialysis, Diploma in Dialysis Technology, for not only introducing the newly admitted students here, but also for all the work that went behind this program. We look forward to seeing these students flourish and grow under your direction and care. I would also like to thank all the executive members of Mandiram Society for their presence here. And I would like to acknowledge Lata ma'am for all her work in the institution, and all the faculty members of Layama Memorial College of Nursing, and all the staff of Mandiram Hospital, the students who are present here, and each and every one of you who has worked behind the scenes to make this program a success. And also a special shout out to our 5 medical trainees who are currently training under Mandiram Hospital for volunteering to help in this program. Thank you.
Let us continue and support, encourage each other as we begin this new chapter of academic excellence. Thank you everyone and have a great day. Thank you, Anna. കോഴ്സിന്റെ അറിവിന്റെ പുതിയൊരു വെളിച്ചം വിതറി നമ്മെ പുതിയ ദിശകളിലേക്ക് നയിക്കുന്ന ഒരു അതുല്യ അനുഭവമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാഷണൽ അംഗത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. तव शुभ नामे जागे